ഓണാട്ടുകര ഫുട്ബോൾ ക്ലബ്ബ് ശാന്തമ്മ വാസുദേവൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്കായുള്ള ഓൾ കേരള വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. MS അരുൺകുമാർ MLA, മോഹൻലാൽ വാസുദേവൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഓണാട്ടുകര ഫുട്ബോൾ ക്ലബിന്റെ പ്രഥമ അഖില കേരള വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റായ ശാന്തമ്മ വാസുദേവൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി ആൾ കേരള വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മാവേലിക്കര ഓണാട്ടുകര സ്പോർട്സ് അക്കാദമിയിൽ നടന്നു. ശക്തിയിൽ മോഹൻലാൽ വാസുദേവൻ സ്പോൺസർ ചെയ്യുന്ന ശാന്തമ്മ വാസുദേവൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്കായാണ് ടൂർണമെന്റ് നടത്തിയത്. MS അരുൺകുമാർ MLA, മോഹൻലാൽ വാസുദേവൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ മേഖലയിലും കലാ, കായിക, സാംസ്കാരിക, സാമൂഹ്യ, സന്നദ്ധ മേഖലകളിലെല്ലാം പ്രത്യേകമായ താല്പര്യത്തോടെ ഇടപെടാൻ മോഹൻലാലിന് കഴിഞ്ഞിട്ടുണ്ട്. കായിക മേഖലയിലും അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുമ്പോൾ എൻ്റെ എവർ റോളിംഗ് ട്രോഫി ഉൾപ്പെടെ അദ്ദേഹം നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എല്ലാ മേഖലയും പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന, സഹായിക്കുന്ന മോഹൻലാൽ ചേട്ടനെ ഇപ്പം പ്രത്യേകമായി ഓർക്കുകയാണ്. ഇതൊന്നും നാളെ അദ്ദേഹം ഇവിടെ എത്തും എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഓണാട്ടുകര സ്പോർട്സ് അക്കാദമി കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആ വലിയ മാറ്റങ്ങൾക്കകത്ത് സ്പോർട്സിനകത്ത് ഇപ്പോൾ ഫുട്ബോൾ മാത്രമല്ല, നീന്തൽ കൂടി പ്രത്യേകമായി പരിശീലിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് നീന്തലുമായി ബന്ധപ്പെട്ടുള്ളൊരു പരിപാടിക്ക് ഇവിടെ വരുമ്പോൾ നമ്മൾ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് സംസാരിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു തയ്യാറെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തുമ്പോഴാണ് ഏതാണ്ട് 11,000-ലധികം പേർ വെള്ളത്തിൽ വീണ് മരിക്കാൻ കഴിഞ്ഞ 2023 കാലയളവിൽ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മളൊരു വാർത്തകളെടുത്ത് പരിശോധിക്കുമ്പോഴാണ്, കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ ചെറുപ്പത്തിലെ തന്നെ നീന്തലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യം മുങ്ങിപ്പോയാൽ പൊങ്ങി വരാൻ കഴിയുന്ന നിലയിലേക്ക് മരണം സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ എല്ലാ ടിപ്സുകളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ജീവൻ തിരികെ പിടിക്കാൻ കഴിയുന്ന സാഹചര്യം ഓണാട്ടുകര സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. തഴക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക സത്യനേശൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് OFC വേണുഗോപാൽ K സ്വാഗതം പറഞ്ഞു. KR മുരളീധരൻ, മുരളി തഴക്കര, D ജയപ്രകാശ്, സോമൻ മൊട്ടക്കൽ, ജിനേഷ് പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. OFC എക്സിക്യൂട്ടീവ് അംഗം പ്രവീൺ നന്ദി പറഞ്ഞു. തുടർന്ന് ഫുട്ബോൾ മത്സരം ആരംഭിച്ചു. CD ന്യൂസ് മാവേലിക്കര.